മുമ്പ് എന്നെ ശ്രവിക്കുന്ന ഉമ്മമാരോട് പ്രത്യേകം പറയട്ടെ, സഹോദരിമാരോട് പ്രത്യേകം പറയട്ടെ, സഹോദരന്മാരോട് പ്രത്യേകം പറയട്ടെ, ഹാഫിളീങ്ങൾ നമ്മുടെ കുടുംബത്തിലുണ്ട് എങ്കിൽ ആ ഹാഫിളിന് പൂർണ്ണനായ ഒരു ഹാഫിളായി ജീവിക്കാനുള്ള സംസ്കാരം നമ്മുടെ കുടുംബത്തിലുണ്ടാകണം. ഉമ്മ കൃത്യമായ വേഷവിധാനമില്ല, പക്ഷേ മകനെ കൊണ്ടുപോയി ഹാഫിളാക്കിയിട്ട് ആ ഉമ്മ മൂഢവിചാരത്തിലാണ് എൻ്റെ മകൻ മുഖേന ഞാൻ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന്. വെറുതെയാണ്. വാപ്പ ഹലാലും ഹറാമും സൂക്ഷിക്കൂല, പലിശയുടെ വക്താവാണ്, ഹറാമായ മുതൽ സമ്പാദിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം കൊണ്ടുപോയി മകനെ ഹിഫ്ളിൻ്റെ സ്ഥാപനത്തിലാക്കുന്നു. അദ്ദേഹം കരുതുന്നത് ഖബറിൽ ചെന്ന് കിടക്കുമ്പോൾ ഈ മകൻ എൻ്റെ സംരക്ഷകനായി മാറുമെന്ന്. വെറുതെയാണ്. സഹോദരങ്ങളെ, ഈമാനും അമലു സ്വാലിഹാത്തും പൂർത്തീകരിക്കാത്തൊരു വ്യക്തിക്ക് നാളെ ആഖിറത്തിൽ ഒരുപക്ഷെ ഹദീസുകളിൽ വാഗ്ദാനം ചെയ്യപ്പെട്ട ഇത്തരം സൗഭാഗ്യങ്ങൾ ലഭിക്കാൻ അർഹതയുണ്ടാവുകയില്ല എന്നാണ്. ഈമാനും അമലു സ്വാലിഹാത്തും വ്യക്തിപരമായി പൂർത്തിയാക്കാത്തടത്തോളം ആ മക്കൾ നമ്മുടെ പുണ്യത്തിനെത്തൂല. ഒന്നുകൂടെ പറയട്ടെ, ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടുത്തെ കാണിക്കപ്പെട്ടു മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക്. എന്നാണ് കാണിക്കപ്പെട്ടത്? മിഅ്റാജിൻ്റെ രാവിലാണ്. സുന്ദരനായൊരു വ്യക്തി, തന്നെ പോലിരിക്കുന്ന ഒരു വ്യക്തി, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെപ്പോലെ രൂപസാദൃശ്യമുണ്ടായിരുന്ന ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം, നീളമുള്ള ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം, കാണാൻ സുന്ദരനായിരുന്ന ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം, സ്വർഗത്തിൽ അദ്ദേഹത്തിൻ്റെ ചുറ്റും കുറേ കുഞ്ഞുങ്ങൾ ഓടിക്കളിക്കുന്നു. കൂടെ വന്ന ജിബ്രീലിനോട് ചോദിച്ചു, ആരാണ് ഇദ്ദേഹം? ഈ സുമുഖനായ മനുഷ്യനാരാണ്? പറയപ്പെട്ടു, അദ്ദേഹം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയാണ്. ചുറ്റും കാണുന്നത് ഫിത്രത്തിൻ്റെ കാലഘട്ടത്തിൽ, ചെറിയ പ്രായത്തിൽ, തെറ്റെന്തെന്നറിയാത്ത പ്രായത്തിൽ മരണപ്പെട്ടു പോയ, ശൈശവത്തിൽ മരണപ്പെട്ടു പോയ കുഞ്ഞുങ്ങളാണ്. ആ കുഞ്ഞുങ്ങളാണ് ഈ സ്വർഗത്തിൽ പാറിപ്പറക്കുന്നത് എന്ന് ആ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം നബവി എന്നാണ് എൻ്റെ ഓർമ്മ, അത്തരം ഇമാമിങ്ങൾ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. ഷർഹ് മുസ്ലിമിലാണെന്നാണ് എൻ്റെ ഓർമ്മ. അദ്ദേഹം അതിലൊക്കെ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. ഏതാണെങ്കിലും ഹദീസിൻ്റെ മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. ഈ ശൈശവ ദിശയിൽ മരണപ്പെട്ടു പോയ കുഞ്ഞുങ്ങൾ മുസ്ലിമീങ്ങളുടെ കുഞ്ഞുങ്ങളല്ലേ? അങ്ങനെ തന്നെയാണ്. മുഅ്മിനീങ്ങളുടെ കുഞ്ഞുങ്ങളല്ലേ? അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഈമാനില്ലാത്തൊരു വ്യക്തിയുടെ കുഞ്ഞാണെങ്കിൽ സ്വർഗത്തിൽ അവർ സ്വീകരിക്കാൻ കടന്നു വരുമോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് ഉത്തരം. ഞാൻ ചേർത്ത് പറയട്ടെ, ഈമാൻ പൂർത്തിയായില്ല എങ്കിൽ, അമലു സാലിഹാത്ത് പൂർത്തിയായില്ല എങ്കിൽ, വിശ്വാസം സൽക്കർമ്മവും പൂർത്തിയായില്ല എങ്കിൽ ഹാഫിളീങ്ങളായ മക്കൾ നമുക്ക് പ്രയോജനം ചെയ്യൂല, കൂടെ വരൂല, ഷഫാഅത്ത് ചെയ്യൂല. ഒന്നുകൂടെ പറയട്ടെ, ഞാൻ എൻ്റെ ഹൃദയത്തോട് സംവദിക്കുന്നു. ഒരു ഹാഫിളിന് ഈമാൻ പൂർത്തിയായില്ല എങ്കിൽ, ഒരു ഹാഫിളിന് അമലു സാലിഹാത്ത് പൂർത്തിയായില്ല എങ്കിൽ അവൻ പഠിച്ച ഖുർആനും അവൻ പ്രയോജനം ചെയ്യൂല. മഅല്ലാഹ്, അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ.